ഉൾപ്പെടുത്തിയില്ല. ഞങ്ങൾക്ക് ESI ഇല്ല, ക്ഷേമനിധി ഇല്ല, അതുപോലെ തന്നെ പെൻഷൻ ഇല്ല, മറ്റൊരു ക്ഷേമ പദ്ധതികളിലും നമ്മളെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ LICയും ഇപ്പോഴും LIC തിങ്ക് ചെയ്യുന്നത് ഓൺലൈൻ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് LICയുടെ ഇപ്പോഴത്തെ നയം. അതുപോലെ തന്നെ ഈ ഇൻഷുറൻസ് കമ്പനികളെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി IRDAI എന്ന് പറയും, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു അതോറിറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രൂപീകരിക്കുകയുണ്ടായി. ഇപ്പൊ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെയർമാൻ എന്ന് പറഞ്ഞാൽ ദേബേശിഷ് പാണ്ഡെ എന്ന് പറഞ്ഞൊരു ചെയർമാൻ, അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെയർമാൻ. അദ്ദേഹം കഴിഞ്ഞൊരു 4 വർഷമായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ഓരോ പരിഷ്കാരങ്ങളും നിലവിലുള്ള LIC ഏജന്റുമാരെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങളാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഇപ്പൊ അദ്ദേഹം ലാസ്റ്റ് അദ്ദേഹം ഇപ്പോൾ ഒരു നിർബന്ധ ബുദ്ധിയായിട്ട് നിൽക്കുന്നത് ബീമാ സുഖം എന്നുള്ളൊരു ഓൺലൈൻ പോർട്ടൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്, ഒരു ഓൺലൈൻ ചാനൽ ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ അത് ലൈവായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ചാനൽ ഇപ്പോൾ അദ്ദേഹം ഏപ്രിൽ 19-ാം തീയതിയാണ് ഔദ്യോഗികമായിട്ടുള്ള ഇനാഗുറേഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ ഈ 13 ലക്ഷം വരുന്ന LIC ഏജന്റുമാരെയും അതുപോലെ തന്നെ 1 ലക്ഷം വരുന്ന LICയുടെ ജീവനക്കാരെ ഉൾപ്പെടെ ബാധിക്കുന്ന രീതിയിലേക്ക്, അപ്പം ഈ സാധാരണ ഉള്ള ഏജന്റുമാരും ജീവനക്കാരും ഒന്നും ആവശ്യം ക്രമേണ കുറഞ്ഞു വരും. എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ കൂടി ലഭ്യമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിൽ അദ്ദേഹം വേറൊരു കാര്യം കൂടി അദ്ദേഹം അതിൽ എയിം ചെയ്യുന്നുണ്ട്. 20 പരം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിൽ അവരുടെ സർവ്വ സന്നാഹങ്ങൾ ഉപയോഗിച്ച് അവരും പ്രവർത്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ന് മാർക്കറ്റ് ഷെയർ 73% LICയുടെ കരങ്ങളിലേക്കാണ്. ഇനിയിപ്പോ അദാനി ഗ്രൂപ്പ്, നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ അദാനി ഗ്രൂപ്പ് ഇൻഷുറൻസ് രംഗത്തേക്ക് കടന്നു വരാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നത് ഈ IRDAI ചെയർമാൻ ശ്രീ ദേബേശിഷ് പാണ്ഡെയുടെ പരിഷ്കാരങ്ങൾ ഈ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് വളക്കൂറുണ്ടാക്കുകയും ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ LICയെ തകർത്തുകൊണ്ട് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് വളക്കൂറുണ്ടാക്കത്തക്ക രീതിയിലുള്ള നയങ്ങളും പ്രവർത്തനങ്ങളുമായിട്ടാണ് ശ്രീ ദേബേശിഷ് പാണ്ഡെ എന്ന് പറഞ്ഞ ചെയർമാൻ മുന്നോട്ട് പോകുന്നത്. അതാണ് ഞങ്ങൾക്കൊരു സംശയത്തിന് നേരിടുന്നത്. അദ്ദേഹം കൊണ്ടുവരുന്ന എല്ലാ പരിഷ്കാരങ്ങളും LIC ഏജന്റുമാരെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലാണ്. അതിന് അനുകൂലമായ ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. അതാണ് ഞങ്ങൾ സംശയിക്കുന്നതും. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അത് ഒരുപാട് എതിർപ്പുകൾ വന്നിട്ട് പാർലമെന്റിൽ പോലും ചർച്ചയായ വിഷയമാണ് ഈ ബീമാ സുഖം പോർട്ടൽ. അദ്ദേഹം കഴിഞ്ഞ വർഷം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിരുന്നതാണ്, എന്നിട്ട് അദ്ദേഹം അത് മാറ്റിവെച്ചു, ഈ വർഷത്തേക്ക് മാറ്റി. അപ്പോൾ ഒരുപാട് എതിർപ്പുകൾ വന്നിട്ടും അദ്ദേഹം അതുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അത് നടപ്പിലാക്കി അടങ്ങുമെന്നുള്ളൊരു പിടിവാശിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അത് നമ്മുടെ ഈ ഇൻഡസ്ട്രിയെ വളരെയധികം പ്രതികൂലമായി ബാധിക്കും. കാര്യം 13 ലക്ഷം ഏജൻസ് എന്ന് പറഞ്ഞാൽ 13 ലക്ഷം ഏജൻസിനെ കൊണ്ട് ജീവിക്കുന്ന ഏകദേശം ഒരു 10-40 ലക്ഷം കുടുംബാംഗങ്ങളുണ്ട്. അപ്പൊ അവര് വർഷങ്ങളായിട്ട് ഇപ്പൊ ഇതിൽ LIC ഏജൻസിൽ ആ ജോലി മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു 60% ഏജൻസിന്, ബാക്കിയുള്ള ഒരു 40% ഏജൻസിന് മറ്റ് ചെറിയ ചെറിയ ജോലികളൊക്കെ കൂടെ ഉള്ള കൂട്ടത്തിലാണ്. ഒരു 60% ഏജൻസും ഇത് ഉപജീവന മാർഗമായി എടുത്ത് ജീവിക്കുന്നതാണ്. അപ്പൊ അവരുടെ ഉപജീവനം, പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കറിയാം ഒരു തൊഴിലിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ പരക്കം പായുന്ന ഒരു സമയം. അപ്പൊ നമ്മളൊരു സ്വയം തൊഴിലായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ ഏജൻസി പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന നയങ്ങളാണ് IRDAയുടെ പേര് പറഞ്ഞ് LIC ചെയ്യുന്നതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യുന്നതും. അപ്പൊ എല്ലാം കൂടി നമ്മളെ വളരെയധികം പ്രതികൂലമായി നമ്മുടെ മാനസികമായി തളർത്തുന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ 4-ാം തീയതി മുതൽ തന്നെ നമ്മൾ രാജ്യവ്യാപകമായി സമരങ്ങൾ നടന്നു വരികയാണ്. നോൺ കോർപ്പറേഷൻ നടന്നു വരുന്നു, ബ്രാഞ്ച് തലത്തിൽ ധർണകൾ നടന്നു വരുന്നു. നാളെ നമ്മൾ, അതായത് 20-ാം തീയതി നമ്മൾ എല്ലാ ഡിവിഷണൽ ഓഫീസും കേന്ദ്രീകരിച്ച് ആയിരക്കണക്കിന് LIC ഏജന്റുമാരും കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മാർച്ചും ധർണയുമാണ്. തിരുവനന്തപുരം ഡിവിഷനിൽ നമ്മൾ നാളത്തെ ധർണ എന്ന് പറയുന്നത് നമ്മുടെ സിറ്റി ബ്രാഞ്ച് നമ്പർ 3 LICയുടെ ഡിവിഷണൽ ഓഫീസിനോട് തൊട്ട് പുറകിലുള്ള ബ്രാഞ്ചിൽ നമ്മൾ ജാഥയായി ആരംഭിച്ച് തിരുവനന്തപുരം ഡിവിഷണൽ ഓഫീസിനകത്ത് വന്ന് നമ്മൾ ധർണാ സമരമായി നടത്തുകയാണ്. ആ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ മുൻ KPCC പ്രസിഡന്റ്, മുൻ MP-യുമായ ശ്രീ VM സുധീരൻ സാർ അവരുകളാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ നമ്മുടെ രാജ്യസഭാ MP ശ്രീ PP സുനീർ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിസംബർ 10-ാം തീയതി ഇന്ത്യൻ പാർലമെന്റിലേക്ക് നമ്മൾ ആയിരക്കണക്കിന് ഏജന്റന്മാർ നമ്മൾ മാർച്ച് ചെയ്യുന്നുണ്ട്. ഇത്രയും സമരപരിപാടികൾ നമ്മൾ 2-ാം ഘട്ട സമരപരിപാടിയായി നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് അനുകൂലമായൊരു തീരുമാനം വന്നില്ല എങ്കിൽ നമ്മൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് കുറച്ചുകൂടി കൂടുതൽ ശക്തമായ സമരങ്ങളിലേക്ക് നമ്മൾ രാജ്യവ്യാപകമായി നമ്മൾ ശക്തമായ സമരങ്ങളെക്കുറിച്ച് LIC ഏജന്റുമാർ ആലോചിക്കുകയാണ്.